ജി വിനീതൻ കടന്നുകൂടിയാണ് നാട്. എൻ്റെ പരിസരത്താണ് മാറാട്, വേപ്പൂര് പരിസര പ്രദേശങ്ങളെല്ലാം. ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. എത്രയോ കഴിഞ്ഞ്, വിധികൾ കഴിഞ്ഞു. ഇനി ഇത്യാദി വിഷയങ്ങൾ വീണ്ടും ഓർമ്മയിലെടുത്ത് മനുഷ്യ മനസ്സുകൾ വേദനിപ്പിക്കാതിരിക്കലാണ്, ചർച്ചയിലേക്ക് പോകാതിരിക്കലാണ്, മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഞങ്ങൾ പോലും മറന്നുപോയ വിഷയമാണ്. അതും ഇത് പുതുവരല്ല. ഐക്യത്തിലാണല്ലോ. അപ്പൊ ഐക്യക്കുറവും പരസ്പരം കടിച്ചുകയറൊന്നും ഇല്ലല്ലോ. സംഘടനകൾ തമ്മിലും ഇപ്പോ അങ്ങനെ ഒരു കടിച്ചുകയറലും അതുപോലെ വിമർശനങ്ങളും നടക്കുന്നില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ലേ? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് ആളുകൾ തെക്കോട്ടും വടക്കോട്ടും യാത്ര നടത്തുന്നത് കേരളത്തിൽ. ഇല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചല്ല. ഞങ്ങൾക്ക് കേരള യാത്ര 3 പ്രാവശ്യമാണ് സുൽത്താനുൽ ഉലമ സംഘടന ഇവിടെ കേരളത്തിൽ നടത്തിയത്. കർണാടകയിൽ ഒരു പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അതൊന്നും തെരഞ്ഞെടുപ്പിനെ കണക്കിലെടുത്തുകൊണ്ടല്ല. ഇതിപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികം നടത്തുകയാണ്. അതിനോടനുബന്ധിച്ച് അതിന്റെ ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ 1 വർഷം നീണ്ടുനിന്ന പരിപാടിയുടെ സമാപന പരിപാടിയായിട്ട് നടത്തുന്നതാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോഴിക്കോട്ട് വെച്ച് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള കേരള യാത്രയാണ് നടക്കുന്നത്. നിയമഭേദഗതിയൊക്കെ വന്നല്ലോ. ഈ വഖഫുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ വലിയ താമസവും സമയമില്ലായ്മയും അതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അത് നേരത്തെ തന്നെ ഈ യാത്രയുടെ മുമ്പ് തന്നെ സംഘടന അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേവരെയും ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ ഈ യാത്രയിലും യാത്രയ്ക്ക് ശേഷമുള്ള സംസ്ഥകളുടെ സെന്റിനറി പരിപാടികളിലും അനുബന്ധ പരിപാടികളിലൊക്കെ നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സഹായവും അഭ്യർത്ഥിക്കാം.